C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. സുസ്മിത എങ്ങനെ മോശക്കാരിയായി? ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്ത കുറ്റങ്ങളുടെ പേരിൽ അവൾ എങ്ങനെ ക്രൂശിക്കപ്പെട്ടു? മോർഫ് ചെയ്ത ആ ഫോട്ടോകൾ അധികം ആർക്കും പരിചയമില്ലാത്ത നിങ്ങളുടെ നമ്പറിലേക്ക് എങ്ങനെ എത്തി? ഇതിനെല്ലാം നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. പരമേശ്വരൻ നായരെ, അത് പറഞ്ഞിട്ടേ നിങ്ങൾ ഈ പടി ഇറങ്ങൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധു ശാരദയുടെ മകൾ ഈ പടി ഇറങ്ങേണ്ടി വരും, എന്നേക്കുമായി. അതിന് സാക്ഷിയാകാൻ വേണ്ടിയാ ശാരദയും കൂടി നിങ്ങളോടൊപ്പം വിളിച്ചു വരുത്തിയത്. മോളെ, ഇതെന്താ ഈ പറയുന്നതൊക്കെ? ഈ സംഭവം നമ്മളുമായിട്ട് എന്താ ബന്ധം? എന്ത് അസംബന്ധമാണ് സത്യഭാമി നിങ്ങൾ ഈ പറയുന്നത്? ശാരദയുടെ വീട്ടിലേക്ക് പോകും വഴിയാണ് എനിക്ക് ഈ ഫോട്ടോകൾ അയച്ചു കിട്ടിയതും ഈ ബന്ധത്തിൽ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ നിങ്ങളെ വിളിച്ചു പറയുന്നതും. ശാരദയുടെ വീട്ടിലെത്തിയ ശേഷമാണ് ശാലിനി ഈ വീട്ടിലെ മരുമകളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത് തന്നെ. ഈ കുട്ടി ഇവിടെ വെച്ച് കണ്ടപ്പോൾ പോലും എനിക്ക് മനസ്സിലായിരുന്നില്ല. ശരി, ആയിക്കോട്ടെ, നിങ്ങൾ പറയുന്നതൊക്കെ വാസ്തവായിരിക്കാം. പക്ഷേ അക്കാര്യം കണ്ണീരിൽ മുങ്ങി നിൽക്കുന്ന ഈ കുട്ടിക്ക് ബോധ്യപ്പെടണം. ഇവളുടെ അമ്മയ്ക്കും അമ്മാവനും ബോധ്യപ്പെടണം. അതിലേറെ എനിക്ക് ബോധ്യപ്പെടണം. ഇവിടെ സത്യഭാമയാണ് കോടതി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ശരി ശരി, ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടത് ഇപ്പോ? അത് മാത്രം പറഞ്ഞാൽ മതി. സുസ്മിത മോശക്കാരിയാണെന്ന് ആരാ നിങ്ങളോട് ആദ്യം പറഞ്ഞത്? അതൊരു അനോണിമസ് ഫോൺ കോൾ ആയിരുന്നു. അപ്പോൾ ഞാനത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഏതെങ്കിലും കുബുദ്ധികളോ അസൂയാലികളോ ആയിരിക്കും എന്ന് കരുതി. പക്ഷേ അതിനു പിന്നാലെയാ ആ ഫോട്ടോകൾ എന്റെ ഫോണിലെത്തിയത്. പിന്നെ വിശ്വസിക്കാതിരിക്കാൻ എന്ത് ന്യായം? സ്വന്തം മകന് വേണ്ടി പിന്നെ ഞാൻ എന്തിനൊരു റിസ്ക് എടുക്കണമെന്ന് തോന്നി. അതാണ് പിന്മാറിയത്. ശരി, അപ്പോ ആ കോള് വന്ന നമ്പർ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ മൊബൈലിൽ? ഉണ്ടാവണം. ആ നമ്പറിലേക്കൊന്ന് തിരിച്ചു വിളിച്ചു നോക്കണം പരമേശ്വരൻ നായരെ. ഈ കൂട്ടത്തിൽ ആരുടെയെങ്കിലും നമ്പറിൽ നിന്നാണോ ആ കോള് പോയിരിക്കുന്നതെന്ന് അറിയാമല്ലോ നമുക്ക്. ആ, വിളിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.